ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യുന്നതിനായി സൈന്യത്തെ അയക്കുന്നത് പരിഗണിക്കാമെന്ന് ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മോട്ടഗി വ്യക്തമാക്കി. നിലവിൽ ഇതൊരു സാധ്യത മാത്രമാണെങ്കിലും യുദ്ധം അവസാനിച്ച ശേഷം ഗതാഗതത്തിന് മൈനുകൾ ഭീഷണിയാകുകയാണെങ്കിൽ അന്താരാഷ്ട്ര സുരക്ഷ മുൻനിർത്തി സൈനിക ഇടപെടൽ വേണ്ടിവരുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ജപ്പാന്റെ ആകെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി 90% മിഡിൽ ഈസ്റ്റിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. 2022 റഷ്യ യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി ജപ്പാൻ നേരത്തെ കുറച്ചിരുന്നു. ഇതിനുശേഷം മിഡിൽ ഈസ്റ്റിനെയാണ് എണ്ണയ്ക്ക് വേണ്ടി ജപ്പാൻ ആശ്രയിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ കാരണം ജപ്പാനിൽ ഇന്ധനവില കുതിച്ചുയരുകയാണ്. സാധാരണഗതിയിൽ 254 ദിവസത്തേക്കുള്ള ഇന്ധനശേഖരം ജപ്പാന്റെ പക്കലുണ്ടെങ്കിലും വിപണിയിലെ വിലക്കയറ്റം തടയുന്നതിനും വിതരണം സുഗമമാക്കുന്നതിനുമായി കരുതൽ ശേഖരത്തിൽ നിന്നും എണ്ണ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനും സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനുമായി ജപ്പാൻ സർക്കാർ നടത്തുന്ന ഈ നീക്കം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. യുദ്ധാനന്തര സമാധാന ഭരണഘടന പ്രകാരം ജപ്പാന്റെ സൈനിക നടപടികൾ പരിമിതമാണ്. എന്നാൽ 2015 സുരക്ഷാ നിയമനിർമ്മാണം, അടുത്ത സുരക്ഷാ പങ്കാളി ഉൾപ്പെടെയുള്ളവർക്കെതിരായ ആക്രമണം ജപ്പാന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുകയും അത് പരിഹരിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ലഭ്യമല്ലെങ്കിൽ വിദേശത്ത് സ്വയം പ്രതിരോധ സേനയെ ഉപയോഗിക്കാൻ ജപ്പാനെ അനുവദിക്കുന്നു. കുടുങ്ങിക്കിടക്കുന്ന ജാപ്പനീസ് കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുപോകാൻ അനുവദിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ തേടാൻ ടോക്കിയോയ്ക്ക് ഉടനടി പദ്ധതിയില്ല. ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ 1/5 ഭാഗത്തിന്റെയും ചാലകമായ ഇടുങ്ങിയ ജലപാതയിലൂടെ എല്ലാ കപ്പലുകൾക്കും സഞ്ചരിക്കാൻ അനുവദിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് മോട്ടേഗി പറഞ്ഞു. അതേസമയം ജപ്പാനുമായി ബന്ധപ്പെട്ട കപ്പലുകൾ കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവദിക്കുന്നതിനെക്കുറിച്ച് മോട്ടേഗിയുമായി സംസാരിച്ചതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. ജപ്പാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% ഈ കടലിടുക്ക് വഴിയാണ് എത്തുന്നത്. യുദ്ധകാലത്ത് ടെഹ്റാൻ ഈ കടലിടുക്ക് അടച്ചിട്ടിരുന്നു. ആഗോള എണ്ണ വിലയിലുണ്ടായ കുതിച്ചുചാട്ടം ജപ്പാനെയും മറ്റു രാജ്യങ്ങളെയും അവരുടെ കരുതൽ ശേഖരത്തിൽ നിന്ന് എണ്ണ പുറത്തുവിടാൻ പ്രേരിപ്പിച്ചു. വ്യാഴാഴ്ച ജപ്പാനീസ് പ്രധാനമന്ത്രി സനെ താക്കായിച്ചിയുമായി കൂടിക്കാഴ്ച നടത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടലിടുക്ക് തുറക്കാൻ യുദ്ധക്കപ്പലുകൾ അയക്കാൻ സഖ്യകക്ഷികളിൽ സമ്മർദ്ദം ചെലുത്താൻ ആവശ്യപ്പെട്ടു. ജപ്പാന്റെ നിയമങ്ങൾ പ്രകാരം കടലിടുക്കിൽ എന്ത് പിന്തുണ നൽകാൻ കഴിയുമെന്നും ട്രംപിനോട് വിശദീകരിച്ചതായി വാഷിംഗ്ടൺ ഉച്ചകോടിക്ക് ശേഷം തക്കായിച്ചി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയൻ നയതന്ത്ര വിഭാഗം മേധാവി കാജ കലാസ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ സൃഷ്ടിക്കുന്ന ഗുരുതരമായ സുരക്ഷാ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ച് കാജ കലാസ് ചർച്ചയിൽ ആശങ്ക പ്രകടിപ്പിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായുള്ള ചർച്ചകൾ വേണമെന്ന യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക നിലപാട് ആവർത്തിച്ചു. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത തടസ്സം മേഖലയിലെ സംഘർഷങ്ങളുടെ ഫലമാണെന്നും അന്താരാഷ്ട്ര സമൂഹം ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും അബ്ബാസ് അരാക്ചി ചർച്ചയിൽ ആവശ്യപ്പെട്ടു. അമേരിക്കയും ഇസ്രായേലുമാണ് യുദ്ധം തുടങ്ങിവെച്ചതെന്നും ഇറാൻ സമാധാനത്തിന്റെ പാതയിലായിരുന്നു എന്നും അദ്ദേഹം വിവരിച്ചു. അതേസമയം ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ തങ്ങളുടെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയുമായി ഇറാൻ രംഗത്തെത്തി. ഹോർമൂസ് കടലിടുക്ക് ശത്രുക്കൾ ഒഴികെ എല്ലാവർക്കും തുറന്നു കിടക്കുന്നുവെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.